വെൽക്കം ഫ്രണ്ട്സ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ തന്നെ ഒരു പേഴ്സണൽ സ്റ്റോറിയാണ്. ഈ ന്യൂ ഇയറിൽ 2024 എല്ലാവരും ഒരു റെസൊല്യൂഷൻ എടുക്കുന്ന പോലെ ഞാനും പേഴ്സണലി ഒരു റെസൊല്യൂഷൻ എടുത്തിരുന്നു. ആക്ച്വലി ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ, ഒരു പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഈ ന്യൂ ഇയറിൽ ജാനുവരിയിൽ ഞാൻ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഒരു ചേഞ്ചിന് വേണ്ടി ഞാൻ കേരളയിൽ എറണാകുളം സിറ്റി, കൊച്ചിൻ സിറ്റിയിലാണ്. അപ്പോൾ വേറൊരു വയനാട് ഡിസ്ട്രിക്റ്റിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ, പേഴ്സണൽ ഒരു ഗ്രോത്തിന് വേണ്ടി ഞാൻ ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാവർക്കും അവരുടേതായ ചില വീക്ക്നെസ് ഉണ്ടാവും, ചില ദുശീലങ്ങളുണ്ടാവും. അതൊക്കെ ഒരു ഡിസ്ട്രാക്ഷനാണ്. നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത്, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിനെ സംബന്ധിച്ച് അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും എല്ലാ ബാഡ് ഹാബിറ്റ്സും. സോ എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും ഉണ്ടായിരുന്നു. സോ ഐ പേഴ്സണലി സൈക്കോളജിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനും ഒരു ടീമിൻ്റെ കൂടെ ഓൺലൈനിൽ ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. ബട്ട് ആസ് എ ന്യൂ ഇയർ വിചാരിച്ച് ഞാനും ഒരു സ്പിരിച്വൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അതിനുശേഷം ത്രൂ ആ ഡോക്ടർ വഴി വയനാട് ഡിസ്ട്രിക്റ്റിലേക്ക് ഇൻ കേരള ഞാൻ ഒരു ചേഞ്ചിന് വേണ്ടി, ഇറ്റ്സ് എ സ്പിരിച്വൽ ഒരു ടീമാണ്. അറ്റ് ദ സെയിം ടൈം ഒരു ഡി അഡിക്ഷൻ സെൻ്ററാണ്, ആൽക്കഹോളിസ്റ്റ് ഡി അഡിക്ഷൻ സെൻ്റർ. ആക്ച്വലി ഐ എം നോട്ട് എ ആൽക്കഹോളിസ്റ്റ് അഡിക്റ്റ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ addiction free center, which means it's a positive place, positive environment, and it's a transforming people place. So I took a challenge and new year resolution in രീതിയിൽ ഇതൊരു ഫ്രീ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചേഞ്ചിന് വേണ്ടി 20 days സ്പെൻഡ് ചെയ്തു. അവിടെ വയനാടാണത്, മാനന്തവാടി മഹനീയം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 10 days സ്പെൻഡ് ചെയ്തതിന് ശേഷം താബോർ ഹിൽ, പനമരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഡിയഡിക്ഷൻ സെൻ്ററിൽ ചെല്ലുന്നു. അപ്പോൾ അവിടെയുള്ള എല്ലാവരും എന്നെ കണ്ടിട്ട് വളരെ വണ്ടറടിച്ചിരിക്കുകയാണ്. കാരണം ഇത്രയും ചെറുപ്പക്കാരൻ, ഒരു കുഴപ്പമില്ല, വളരെ പോസിറ്റീവായിരിക്കുന്നു, എന്തുകൊണ്ട് ഇവിടെ വന്നു? ഞാനും പേഴ്സണലി അവരോട് പറഞ്ഞത്, ഇപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും, ഒരു ലൈഫ് ട്രാൻസ്ഫോമിങ് പ്ലേസ് ആയിരിക്കും. അതുകൊണ്ടുകൂടിയാണ് ഞാനും വന്നത്. പിന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, സ്പിരിച്വലായിട്ടുള്ള രീതിയിൽ പഠിക്കുക, അതിനുശേഷം ഒരു ചേഞ്ച് മനസ്സിന് കൊണ്ടുവരിക. പിന്നെ അവിടുത്തെ സ്റ്റേജിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്, എന്തുകൊണ്ട് നിങ്ങളിവിടെ വന്നു? അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, നമ്മൾ മറ്റുള്ളവർക്കൊരു മാതൃകയാവാൻ, ഇപ്പം ഞാൻ ഇവിടെ വന്ന് എന്നെ കാണുമ്പോൾ മറ്റുള്ളവർക്കൊരു ഉപകാരമാവട്ടെ, മറ്റുള്ളവരിലേക്കൊരു പ്രചോദനമാവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ വരാൻ കാരണം. അതിലൂടെ ഒബ്വിയസ്ലി ഐ ഓൾസോ ഗെറ്റ് ദ റൈറ്റ് ലെസൺസ് ആൻഡ് ലേണിംഗ് ആൻഡ് ഐ ഓൾസോ ബിക്കം സ്റ്റേയിങ് പോസിറ്റീവ്. സോ അതും ഒരു അങ്ങനെ കൂടിയാണ് ഞാനും വന്നത്. അപ്പോൾ ഞാൻ അവിടെ ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്ത് ക്യൂ നിൽക്കണം. ഞാനവിടെ ക്യൂ നിന്നപ്പോൾ അവിടെ മദ്യപിച്ച് തറയിൽ കിടന്ന് ഉരുണ്ട് വരുന്ന ആൾക്കാർ വരെയുണ്ട്. എന്നെയൊക്കെ കാണുമ്പോൾ ആണ് അവർക്കൊരു ആശ്വാസം തോന്നിയത്.
എന്നിട്ടാണ് അവർ, ബാക്കി എല്ലാവർക്കും പേടിയാണ് ഇത് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഞാനൊരു ചെറുപ്പക്കാരൻ അവിടെ നിൽക്കുന്നു, വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ നിന്നത്. കാരണം എനിക്ക് അഡിക്ഷൻ ഇല്ല ആൽക്കഹോളിലും. ഞാൻ ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ, അതുവഴി അവരെന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ അതിലൂടെ അവരെല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനും ഒരുപാട് ക്ലാസ് പഠിക്കാനും. ആക്ച്വലി 20 days എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഇറ്റ്സ് രാവിലെ എഴുന്നേൽക്കുക, ചെടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും അതൊരു ഹൈ റേഞ്ച് സ്ഥലമാണ്. വളരെ ലളിതമായ ഭക്ഷണം, നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രം കഴുകി വെക്കുക. പ്ലസ് അവിടെ ഒരു പാസ്റ്ററിൻ്റെ ഭാര്യയും മക്കളും, ഒരു കുടുംബം. ആ കുടുംബം ഇങ്ങനെയുള്ള ആളുകളെ അവരുടെ ഫാമിലിയിലെ ഫ്രീ കോസ്റ്റ് ലേൺ സ്പിരിച്വൽ തിങ്സ് പഠിപ്പിച്ചിട്ട് അതിനോടൊപ്പം തന്നെ അവർക്ക് അവരുടെ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ. നെക്സ്റ്റ് സ്റ്റേജ് കാണുന്നത് അവരുടെ ഭാര്യയും പിള്ളേരും വരുന്നു, വളരെ സന്തോഷത്തോടു കൂടി അവർ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇതാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാനതിലൊരു പാർട്ടായതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്നല്ല, എസ്പെഷ്യലി അതൊരു സ്പിരിച്വലാണ്, അപ്പോൾ ഒരു ഗോഡ്ലി വൈബുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാനാണെങ്കിൽ ഒരു അഡിക്ഷൻ ആൽക്കഹോളിസ്റ്റ് അഡിക്റ്റ് അല്ല. എന്നിട്ട് ഞാൻ അവിടെ പോയത് എന്താ, മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ, മോട്ടിവേഷൻ ആവട്ടെ, അതൊരു സൽക്കർമ്മമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണും. ഇന്നെല്ലാവരും വാട്സപ്പിലൊരു ഗ്രൂപ്പ് തന്നെയുണ്ട്. അവരൊക്കെ ഒരുപാട് പെയിൻഫുൾ, അവരുടെ ഭാര്യമാർ സെപ്പറേറ്റഡ് ആണ്. എനിക്ക് ഒരാവശ്യമില്ല അവിടെ പോകട്ടെ. അത്രയും ലോ ലെവലിൽ പോയി അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുക, അവരുടെ ഒപ്പം നടക്കുക, സംസാരിക്കുക, ഉറങ്ങുക. ഇറ്റ്സ് എ വെരി ലോ പ്ലേസ്. എനിക്കവിടെ പോകേണ്ട ഒരാവശ്യമില്ല. പക്ഷെ ഞാൻ അവിടെ പോയി. ഞാൻ അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും സന്തോഷം, ഞാൻ അവരുടെ എല്ലാം മുഖത്ത് ഞാനത് കണ്ടു. അതിലെനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. അവർ പല രീതിയിൽ എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഈ സമയത്ത് അവരെല്ലാവരും ഞാൻ ഓർക്കുന്നു. ആൻഡ് താങ്ക്സ് ടു ഗോഡ്, എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല അവരെല്ലാവരും. ആൻഡ് ഇതൊരു ചെയിനാണ്. ഈ ചെയിൻ ബ്രേക്ക് ചെയ്ത് ലൈഫ് ലോങ് അവർ മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ന്യൂ ഇയർ റെസൊല്യൂഷനിൽ ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് ഈ ഒരു ലെവലിലായിരുന്നു.